ഹലോ എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ആ ഒരു വിശേഷത്തിലേക്ക് നമുക്ക് പോയാലോ. എന്തായാലും ഈ വർഷത്തെ ന്യൂ ഇയർ എനിക്ക് നല്ല ഒന്നാന്തരമായിട്ട് ഇരിക്കുകയാണ്. കാലൊക്കെ വയ്യാണ്ട് ഒടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഞാനങ്ങനെ റെസ്റ്റിലിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ടൊന്നും വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. അതുകൊണ്ട് ലീവൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും അതൊക്കെ പെട്ടെന്ന് മാറുമെന്നൊക്കെ വിചാരിക്കുന്നു. നമുക്ക് നേരെ മൗനരാഗത്തിന്റെ ഇന്നത്തെ ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സരയും സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ഫോറൻസിക് സർജന്റെ അടുത്തേക്ക് ചെല്ലാണ്. അവളെ കണ്ടതും കൂട്ടുകാരി വലിയ സന്തോഷത്തിൽ സ്വീകരിച്ചു. അതിനുശേഷം എടി പറയൂ, എന്താ ഇപ്പൊ നിനക്ക് അറിയേണ്ടത്? എഴുതേ, ഞാൻ 3 കവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലും 3 ആൾക്കാരുടെ മുടിയാ. എൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ മുടിയാണുള്ളത്. നീ ഇത് വിശദമായിട്ട് പരിശോധിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. എന്താ സരയു നീ പറയുന്നത്? നിനക്ക് സംശയമാണോ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ? അല്ലടി, ഇതല്ല, എൻ്റെ അല്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെതാണെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അങ്ങ് കളം മാറ്റി ചവിട്ടുകയാണ് നമ്മുടെ സരയു. അങ്ങനെ കൂട്ടുകാരിക്ക് ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് അവൾ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്താലോ, ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, നമുക്കൊരു കോഫി കുടിച്ച് പിരിഞ്ഞാലോ എന്ന് ചോദിച്ചു. ആ പിരിയാലോ. അങ്ങനെ ഉള്ളിൽ ഒരു കനൽ തന്നെ ഒളിപ്പിച്ചുകൊണ്ട് നമ്മുടെ സരയും ആ കൂട്ടുകാരിക്കൊപ്പം ചായ കുടിക്കാൻ പോവുക. അങ്ങനെ ഈ സീൻ കഴിയുമ്പോഴാണെങ്കിൽ നമ്മുടെ കാർത്തിക ഇരുന്നുകൊണ്ട് കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ കുറിക്കുന്നു. ഈ സമയം കാർത്തികയ്ക്ക് ചായയുമായിട്ട് മൂങ്ങാമുത്തശ്ശി വരിക. അങ്ങനെ അവർ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പ്രകാശൻ നല്ല കിടിലൻ ലുക്കില്. അങ്ങനെ പ്രകാശന്റെ ഈ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മൂങ്ങാമുത്തശ്ശി ചോദിച്ചു, എൻ്റെ പൊന്നു മോനെ പ്രകാശ, നീ എങ്ങോട്ട് ഈ രാവിലെ തന്നെ പോകുന്നത്? അത് നല്ല സൂപ്പർ വേഷമൊക്കെ ആണല്ലോ ഇട്ടിരിക്കുന്നത്. ഇപ്പം മോളെ അച്ഛനെ ഒന്ന് നോക്കിക്കേ, കൂടിപ്പോയ ഒരു 40 വയസ്സ്, അതിനു മേലെ പറയില്ലല്ലേ. എന്തായാലും പ്രകാശൻ ഇപ്പൊ ചെറുപ്പമായിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ പിന്നിലൊരു കാരണമുണ്ട്. മോളുടെ അമ്മ തന്നെ അതിനുള്ള കാരണമെന്ന് പറഞ്ഞു. കാർത്തിക ആണെങ്കിൽ അത് ശരിയാ, ഞാനും ശ്രദ്ധിക്കാണ്ടിരിക്കുന്നില്ല. ഞാനും വിക്രവും ഒക്കെ അച്ഛൻ്റെ മാറ്റമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പൊ ചെറുപ്പക്കാരനായി വരികയാണെന്നൊക്കെ പറഞ്ഞ് പ്രകാശനെ ഇട്ട് വാരുക. പ്രകാശനാണെങ്കിൽ ഈ സമയത്ത് കാലുകൊണ്ട് ആ ഒരു തിണ്ണയിലിങ്ങനെ കളം വരച്ചുകൊണ്ടിരിക്കുക. നാണമാണ് നമ്മുടെ പ്രകാശന്റെ മുഖത്ത് വിരിയുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, മോളെ ഇപ്പൊ ഇവൻ എവിടെ പോവാന്നറിയോ? പ്രിയപ്പെട്ട ആരെയോ കാണാൻ വേണ്ടിയിട്ട് ഇവൻ വെളിയിലേക്ക് പോവുക. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? മോള് നിൽക്കുമ്പോഴാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ, മോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇന്നലെ തന്നെ മോള് കണ്ടതല്ലേ ഇവൻ ഭക്ഷണം കഴിക്കുന്നത്. ഇവനെ കുറച്ച് ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തിയിട്ട് അവൻ റൂമിലേക്ക് ഓടിയത് എന്തിനാണെന്നറിയോ? മോളുടെ അമ്മയെക്കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുക. സ്വപ്നം കാണൽ തന്നെയാ മോളെ ഇപ്പോഴത്തെ ഇവന്റെ പ്രധാന പരിപാടി എന്നും പറഞ്ഞ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രകാശം പറഞ്ഞു, അതെ, ഞാൻ സ്വപ്നമൊന്നും കാണുന്നൊന്നുമില്ല. പിന്നെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ മക്കളുടെ മുന്നിൽ നാണം കെടുത്തല്ലേ. ചെക്കൻ്റെ നാണം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് മൂങ്ങാമുത്തശ്ശി നമ്മുടെ പ്രകാശനെ ഇട്ട് വാരുക. എന്തായാലും അച്ഛൻ പോയിട്ട് വാ, വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നൊക്കെ കാർത്തിക പറയുക. ശരി മോളെ, മോള് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ വരുന്നത് പാർക്കിലെത്തിയ പ്രകാശനാണെങ്കിലും ഇന്ന് എന്തായാലും ലക്ഷ്മിയെ ഒന്ന് കാണണം. ലക്ഷ്മിയെ വഴക്ക് പറഞ്ഞാലും വേണ്ടിയില്ല, അവളുടെ വീട് ഇപ്പം കണ്ടുപിടിച്ച സ്ഥിതിക്ക് നേരെ പോയിട്ട് അവളെ ഒന്ന് കാണണം. അങ്ങനെ പ്രകാശൻ നേരെ വരികയാണ് നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക്. ലക്ഷ്മിയുടെ വീട്ടുപടിക്കലെത്തിയ പ്രകാശൻ ആ കണ്ണടയൊക്കെ എടുത്ത് വെച്ചു നല്ല സെറ്റപ്പായിട്ട് നിന്ന് പുറം തിരിഞ്ഞ് നിൽക്കുക. കോളിംഗ് ബെല്ലൊക്കെ അടിച്ചപ്പം ലക്ഷ്മി പതുക്കെ വന്ന് വാതിൽ തുറന്നു. അല്ല, ആരാ മനസ്സിലായില്ലല്ലോ. അത് ഇങ്ങോട്ട് നോക്ക് മോളേന്ന് പറഞ്ഞ് പ്രകാശൻ തിരിഞ്ഞു നിന്നതും, താനാരാ എനിക്ക് മനസ്സിലായില്ലല്ലോ. എൻ്റെ പൊന്നുമോളെ ലക്ഷ്മി, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. നീ എന്താ എന്നെ അറിയാത്തതുപോലെയൊക്കെ സംസാരിക്കുന്നത്? ഒരു പക്ഷേ എൻ്റെ മുഖത്ത് കണ്ണടയുള്ളത് കൊണ്ടായിരിക്കും അല്ലേ. ഞാൻ ഈ കണ്ണട മാറ്റാം, എന്നിട്ട് നീ ആളെ അറിയുന്നുണ്ടോ എന്ന് നോക്കെന്ന് പറഞ്ഞു. കണ്ണട മാറ്റിയതും, എടോ എനിക്ക് തന്നെ മനസ്സിലായില്ല, താൻ ആരാന്ന് ചോദിച്ച് ലക്ഷ്മി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. പ്രകാശനാണെങ്കിൽ, എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? എന്നോട് നീ ഇങ്ങനെ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഇതിപ്പം ഞാനൊരു അന്യനായതുപോലെ ഉണ്ടല്ലോ. നിനക്ക് എന്നെ അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ മോളെ നീ ഇവിടെ വന്ന് താമസിക്കുന്നതും ഞാനറിയാതെ എന്നെ കാണുന്നതും ഒക്കെ. എന്തായാലും മോളെ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഈ പ്രകാശന്റെ ചങ്കത്തടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ അങ്ങ് ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലാണ്. ലക്ഷ്മി പറഞ്ഞു, ഡോ തനിക്ക് തലക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. താനേ ഇതാരാന്ന് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് ഈ സംസാരിക്കുന്നത്?
എനിക്ക് തന്നെ അറിയത്തില്ല. താൻ ഇവിടുന്ന് പോയിക്കേ. ദേ എൻ്റെ കെട്ടിയോനെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ മുട്ട മഴക്ക് നടക്കുമെന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു പോലീസ് ജീപ്പ് വരിക. മോളെ നീ എന്തേ കാണിക്കുന്നത്? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ മോൾക്ക് പറഞ്ഞു തീർക്കാമല്ലോ, അതിനാണോ ഈ പോലീസിനെയൊക്കെ വിളിച്ച് വരുത്തുന്നതെന്ന് ചോദിച്ച് പ്രകാശൻ അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ പോലീസ് ജീപ്പിൽ നിന്ന് ഒരു പുള്ളിക്കാരനിങ്ങ് ഇറങ്ങി വരുന്നത്. അയാൾ വന്നതും നേരെ വന്ന് ലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചു. എൻ്റെ ചേട്ടാ എനിക്കറിയത്തില്ല, ദേ ഇയാൾ വന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വന്നത് ലക്ഷ്മിയുടെ യഥാർത്ഥ ഭർത്താവാണ്. DYSP ആയിട്ടുള്ള സത്യൻ സാറാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കണ്ട പാടെ തന്നെ പ്രകാശൻ നിന്ന് വിറക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു സാറേ എനിക്ക് ആളെ മാറിപ്പോയതാണ്, എന്തായാലും എന്നെ വെറുതെ വിടണം സാറേ എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ നിന്ന് തെത്താതിരിക്കടാ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പോലീസുകാരൻ എന്തായാലും ദേ ഇവനെ ഞാൻ വേണ്ട വിധം കൈകാര്യം ചെയ്തോളാന്നും പറഞ്ഞ് അവിടുന്ന് എൻ്റെ പൂച്ചക്കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നത് പോലെ നമ്മുടെ പ്രകാശനെ എടുത്തോണ്ട് പോവുക. കാവടി തുള്ളിപ്പോയ പ്രകാശനെ ലോക്കപ്പിൽ കൊണ്ടുപോയി നല്ല സൂപ്പറായിട്ട് ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി അങ്ങേരെ അവിടെ നിർത്തുക. എടാ നിനക്ക് വൃത്തിയോട് പറയാനായിട്ട് ഈ ഇവിടുത്തെ DYSPയുടെ ഭാര്യയായിട്ടുള്ള ദീപയെ കണ്ടല്ലോ, അല്ല സോറി ലക്ഷ്മിയെ കണ്ടല്ലോ. എന്തായാലും നിന്റെ ഈ അഹങ്കാരം ഞാൻ ഇന്ന് തീർത്തു തരാം. വന്ന് ദേ ഇപ്പം വലിയ ആൾക്കാരുടെ വീടുകളിലൊക്കെ ആയി നിന്നെ പോലെയുള്ള അവന്മാരൊക്കെ കയറി നിരങ്ങുന്നത്. എന്തായാലും ഇന്നത്തോടുകൂടി നിന്റെ ഈ ഊരു ചുറ്റൽ അവസാനിക്കുമെന്നും പറഞ്ഞ് പ്രകാശന്റെ ചങ്കത്തല്ലാത്ത ഭാഗത്ത് മുഴുവനും പോലീസ് കൈവച്ചു. അങ്ങനെ പ്രകാശൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ഇനി എന്നെ ഇടിക്കരുത്, 2 അറ്റാക്ക് കഴിഞ്ഞതാ, ഞാൻ ചത്തുപോകും സാറേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ വിചാരിച്ചത് ഞാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന ലക്ഷ്മിയാണ് ആ ലക്ഷ്മി എന്ന്. എന്തായാലും എനിക്ക് തെറ്റുപറ്റിപ്പോയി സാറേ, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവൻ നിന്ന് മാപ്പ് പറയാൻ തുടങ്ങിയിട്ടൊന്നും പോലീസുകാരൻ അടങ്ങുന്നില്ല. അയാളുടെ വീട്ടിൽ കയറി കളിച്ചതല്ലേ, അപ്പം അതിനുള്ള ശിക്ഷ നമ്മുടെ പ്രകാശന് കിട്ടുക. ഈ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ ദാ നമ്മുടെ കാർത്തിക അവൾ വരച്ച പ്ലാനുമായിട്ട് ഈ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വരിക. വന്ന പാടെ തന്നെ ലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അല്ല എന്തുണ്ട് മേഡം വിശേഷം? എൻ്റെ പൊന്നുമോളെ ഒന്നും പറയണ്ട, ഇപ്പോൾ ഒരു പൂവാലൻ ഇവിടുന്ന് എൻ്റെ സത്യേട്ടൻ വന്നതുകൊണ്ട് അവനെ അങ്ങ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി ലോക്കപ്പിലിട്ട് അവൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമാക്കിയിട്ട് പുള്ളിക്കാരൻ പുറത്ത് വിടുകയുള്ളൂ. എന്താ സംഭവിച്ചതെന്ന് കാർത്തിക വിശദമായിട്ട് ചോദിച്ചപ്പോഴാണ് വന്നത് പ്രകാശനാണെന്നും പ്രകാശൻ തൻ്റെ അമ്മയാണ് ലക്ഷ്മി എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ വന്ന് സംസാരിച്ചെന്നും ഒക്കെ കാർത്തിക അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ട് കഴിയുമ്പം അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ മോളെ, ഞാൻ ഇപ്പം തന്നെ സത്യേട്ടനെ വിളിച്ച് പറയാം. സത്യേട്ടൻ 2 അടി കൂടുതൽ കൊടുത്തോളൂ. മോളുടെ അമ്മയുടെ കഥകളൊക്കെ അറിയാവുന്ന ആളാണ് എൻ്റെ സത്യേട്ടൻ. അതുകൊണ്ട് തന്നെ ദേ അവനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സത്യേട്ടൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അവനെ നല്ലതുപോലെ ഇട്ടും ഇഞ്ചപ്പരുവാക്കി എടുത്തിരിക്കുമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇപ്പം അയാൾ ലോക്കപ്പിൽ തന്നെ കിടക്കട്ടെ. അയാൾ നല്ല രീതിയിൽ അടികൊണ്ട് അവശനായതിനു ശേഷം മാത്രം ഞാൻ തീരുമാനിക്കാം അയാളെ പോയി ഇറക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ മോളെ ഞാനൊരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാം. അങ്ങനെ ആകുമ്പം അയാൾക്ക് ജാമ്യം കിട്ടില്ലല്ലോ. ജാമ്യം കിട്ടാതിരുന്ന് ശരിയാവില്ല. ഞാനും എൻ്റെ അമ്മയും കൂടി ചില പദ്ധതികളൊക്കെ മെനയുന്നുണ്ടെന്ന് ആൻറ്റിയോട് ഞാൻ പറഞ്ഞതല്ലേ. അപ്പം അതിനൊക്കെ അയാൾ ഇവിടെ വേണം. അയാൾക്ക് ജയിലിൽ കിടക്കുന്നതിനെക്കാട്ടിലും നല്ലത് നല്ല തിരിച്ചടികൾ കിട്ടണമെങ്കിൽ അയാൾ നേർക്ക് നേരെ ഈ വീട്ടിലുണ്ടാകണമെന്നും പറഞ്ഞു. ആയിക്കോട്ടെ മോളെ എന്നും പറഞ്ഞ് കാർത്തിക കൊടുത്ത പ്ലാനൊക്കെ നോക്കിയിട്ട് ലക്ഷ്മി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. കാർത്തിക അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് അവളും അവിടെ നിന്ന് പോകും. അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മുടെ പ്രകാശനെ കാണിക്കുക കേട്ടോ. പ്രകാശൻ ഇടിയൊക്കെ കൊണ്ട് അവശനായിട്ട് ആ ലോക്കപ്പിൽ കിടന്ന് ഇങ്ങനെ ആലോചിക്കുക, തനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, കാവടി തുള്ളിപ്പോയ താനാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത്. അപ്പം ബാക്കി കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം വരാം, ഈവനിങ് പ്രൊമോയുമായിട്ട്. അപ്പോൾ ഓക്കെ ബൈ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക്